പത്തനംതിട്ട അടൂരിൽ ബാങ്ക് വീട് ജപ്തി ചെയ്യാനിരിക്കെ കിടപ്പ് രോഗി ആത്മഹത്യ ചെയ്ത നിലയിൽ നെല്ലിമുകൾ സ്വദേശി യശോധരനാണ് സ്വയം കുത്തിമരിച്ചത്. അടൂർ കാർഷിക വികസന ബാങ്കിൽ നിന്നെടുത്ത തുക തിരിച്ചടയ്ക്കാൻ കഴിഞ്ഞിരുന്നില്ല. 7 വർഷമായി യശോധരൻ തളർന്നു കിടക്കുകയാണ്. ശ്രീജിത്ത് ശ്രീകുമാരൻ വിവരങ്ങളുമായി. ശ്രീജിത്ത്, എത്ര രൂപയുടെ ലോൺ ഇദ്ദേഹം എടുത്തിരുന്നു, എത്ര രൂപ തിരിച്ചടയ്ക്കാനുണ്ട് എന്നുള്ളതാണ്. ഇതിൽ ബാങ്കിന്റെ ഭാഗത്തു നിന്ന് വലിയ സമ്മർദ്ദം അനുഭവപ്പെട്ടിരുന്നു ഇദ്ദേഹം എന്നതാണോ മനസ്സിലാക്കാൻ കഴിഞ്ഞത്? അങ്ങനെയല്ല അനുജ. കാരണം ഏതാണ്ട് 2018 യശോധരൻ വീട് പുനർനിർമ്മിക്കുന്നതിന്, അതായത് അറ്റകുറ്റപ്പണികൾക്കൊക്കെ മകൻ്റെ വിവാഹത്തിന് ഒക്കെ ആയി ഒരു ലോൺ എടുക്കുന്നത്. അതിനുശേഷം അദ്ദേഹം തെങ്ങിൽ നിന്ന് വീണ് കിടപ്പാകുകയായിരുന്നു. അതിന് മുൻപ് തന്നെ കിടപ്പായിരുന്നു. അമ്മയാണ് ആ ലോൺ എടുക്കുന്നത്. എന്തായാലും തിരിച്ചടവുണ്ടായിരുന്നു. അതിനുശേഷം സർക്കാർ അധികൃതരെയും അതുപോലെ തന്നെ മറ്റാളുകളെയും ഒക്കെ തന്നെ സമീപിക്കുകയായിരുന്നു. എന്തായാലും സമീപിച്ചു. അതിന് സമയമൊക്കെ അനുവദിച്ച് നൽകി. ജില്ലാ കളക്ടർ ദിവ്യ എസ് അയ്യർ അക്കാലത്ത് ഏതാണ്ട് 6 മാസം സമയം നൽകി. അങ്ങനെ പല ഘട്ടങ്ങളിലും ബാങ്ക് അടക്കം കൃത്യമായ രീതിയിൽ സമയം നൽകിയിരുന്നു. ഏതാണ്ട് ഒരു 6 ലക്ഷം രൂപയോളം ഇനിയും തിരിച്ചടയ്ക്കാനുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എത്ര രൂപയായിരുന്നു ഇനി തിരിച്ചടയ്ക്കാനുണ്ടായിരുന്നു? പഞ്ചായത്ത് മെമ്പർ ശിവദാസൻ 6 ലക്ഷത്തോളം രൂപ തിരിച്ചടയ്ക്കാനുണ്ട്. അപ്പം വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ്. എന്നാ സംഭവിച്ചു? 25-നല്ലേ ജപ്തി എന്ന്? ഈ കഴിഞ്ഞ 25-ാം തീയതിയിലാക്കായിരുന്നു അവർ ജപ്തി വെച്ചിരുന്നത്. അതിനു മുമ്പ് കുറേ നാളായിട്ട് ഇവർക്ക് നോട്ടീസ് കിട്ടുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളൊക്കെ ഇടപെട്ട് കളക്ടറുമായിട്ട് ബന്ധപ്പെട്ടും ഒക്കെ ഇവർക്ക് അതിൻ്റെ കാലാവധി കുറച്ച് കൊടുത്തു. പക്ഷേ ഇവർക്ക് പണം അടയ്ക്കാനുള്ളൊരു സാഹചര്യം നിലവിലില്ല. ഇപ്പം മരിച്ച് കിടക്കുന്ന യശോധരൻ ചേട്ടൻ കഴിഞ്ഞ 8 വർഷമായിട്ട് കിടപ്പിലാണ്. അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ പകുതി തളർന്ന് കിടപ്പിലാണ്, മരത്തിൽ നിന്ന് വീണ് കിടപ്പിലാണ്. അപ്പം ഈ അമ്മയും മകളുമാണ് അദ്ദേഹത്തെ ഇതേവരെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നത്. അപ്പം അവരുടെ ജീവിതവും അതേപോലെ ഇവരുടെ മരുന്ന്, യശോധരൻ ചേട്ടൻ്റെ മരുന്നും മറ്റു കാര്യങ്ങളും ചികിത്സയും മറ്റു കാര്യങ്ങളിലായിട്ട് ഇവർ വളരെയധികം ബുദ്ധിമുട്ട്. സംഭവിച്ചത് എന്തായിരുന്നു? മരത്തിൽ നിന്ന് വീണ് അല്ല, അന്നത്തെ ദിവസം ഈ സംഭവിച്ച ആത്മഹത്യ എങ്ങനെയായിരുന്നു കഴിഞ്ഞാൽ, അപ്പം 2 പ്രാവശ്യം ഈ ജപ്തി നോട്ടീസ് അടക്കമുള്ളത് വന്നു. അപ്പോൾ കളക്ടറുമായിട്ടും ബാങ്കുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കുറച്ച് അവധി കൊടുത്തു. പിന്നെ അവസാനം അവർ പറഞ്ഞ ഡേറ്റാണ് 25-ാം തീയതി. ആ 25-ാം തീയതി പൈസ കൊടുക്കാൻ ഒക്കാത്തത് കൊണ്ട് ഇദ്ദേഹത്തിന് മാനസികമായിട്ടും സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ മക്കളും കത്രി കൊണ്ട് കുത്തുന്നതായിട്ടാണ് ഞാൻ അറിഞ്ഞത്. അങ്ങനെ അറിഞ്ഞ് വളരെ മാരകമായ മുറിവാണ്. കാരണം താഴ്ന്ന് കിടക്കുന്ന വീട്ടിലാരും ഉണ്ടായിരുന്നു. ആ സമയം ഇവർക്ക് രാവിലെ മരുന്നും മറ്റു കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഇവരകത്ത് തന്നെ ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ ഈ ശരീരത്തിന് തളർന്നു കിടക്കുന്നുണ്ട്. അവിടെ വേദനയോ മറ്റു കാര്യങ്ങളൊന്നും അറിയാത്തത് കൊണ്ടായിരിക്കാം ഇദ്ദേഹം നിലവിളിച്ചതൊന്നുമില്ല. പിന്നെ ശുശ്രൂഷിക്കാൻ വേണ്ടിയോ വെള്ളം കൊടുക്കാൻ വേണ്ടി അകത്തോട്ട് കയറിയപ്പോഴാണ് ഇങ്ങനെ ഒരു വല്ലാത്ത അവസ്ഥയിൽ ഈ യശോധരൻ ചേട്ടനെ മോളും അമ്മയൊക്കെ കാണുന്നത്. അപ്പോൾ അങ്ങനെ അദ്ദേഹം ചികിത്സയിലുണ്ടായിരുന്നു വീട്ടിൽ. അപ്പം ചായലോട് ഹോസ്പിറ്റലായിരുന്നു, മൗണ്ട് സിയോൺ. ഇന്നലെ വൈകിട്ടാണ് മരിച്ചതായിട്ട് അറിയപ്പെടുന്നത്. തീർച്ചയായും ഇന്നലെ വൈകുന്നേരമായിരുന്നു ഒരു സംഭവം നടന്നത്. ഇപ്പോൾ മറ്റ് ചടങ്ങുകളൊക്കെ നടക്കുകയാണ്. ബാങ്കിൻ്റെ ഭാഗത്ത് നിന്ന് എന്തായാലും ജപ്തി നടപടിയിലേക്ക് ബാങ്ക് കടന്നിട്ടുള്ള ഒരു നോട്ടീസ് കൊടുത്തു. 25-ന് ജപ്തി ചെയ്യുന്നു. അതിന് 23-ാം തീയതി ഒരു ഉച്ചയോടുകൂടി ഇത്തരത്തിൽ ഒരു കുത്തേറ്റ നിലയിൽ ഇദ്ദേഹത്തെ കാണുകയായിരുന്നു. എന്തായാലും മരണം സംഭവിച്ചിരിക്കുന്നു. ഇനി തുടർ നടപടികൾ പോലീസാണ് തീരുമാനിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഇദ്ദേഹത്തിൻ്റെ യശോധരൻ്റെ മൃതദേഹം സംസ്കാരത്തിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കുമെന്നാണ് ഇതിനകം തന്നെ അറിയിച്ചിട്ടുള്ളത്. സ്വാഭാവികമായി വലിയ വിഷമത്തിലാണ്. ഒരു ബാങ്കിൻ്റെ ബാങ്ക് വീട് ജപ്തി ചെയ്യാനിരിക്കെ കിടപ്പ് രോഗി സ്വയം കുത്തിമരിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ബാങ്കിന്റെ ഭാഗത്തു നിന്ന് നോട്ടീസ് ലഭിച്ചിരുന്നു. എന്നാൽ അത് കളക്ടർ ഇടപെട്ട് നീട്ടി നൽകിയിരുന്നു. പക്ഷേ 25-ാം തീയതി വീട് ജപ്തി ചെയ്യുമെന്നുള്ള നോട്ടീസ് ലഭിക്കുമ്പോൾ ആ പണം അടയ്ക്കാൻ കഴിയാതെ ഇരുന്ന യശോധരൻ സ്വയം കുത്തി പരിക്കേൽപ്പിച്ച് അദ്ദേഹം മരണമടഞ്ഞു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നത്.